വർഗീസ് മാമൻ 3 മിനിറ്റ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിയ ശ്രീ വിൻസെന്റിന്റെ നന്ദി പ്രമേയത്തെ ഞാൻ സർവ്വജ്ഞ പിന്തുണയ്ക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സഭയിൽ അംഗമായി നിൽക്കുവാൻ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിനും എന്നെ തിരഞ്ഞെടുത്തയച്ച തിരുവല്ലയിലെ സമ്മതിദായകരോടും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് P.J. ജോസഫ് സാറിനോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. സാർ, ഈ നിയമനിർമ്മാണ സഭയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായ യശസ്വരനായ ശ്രീ P.T. ചാക്കോയെയും ശ്രീ K.M. ജോർജിനെയും തിരുവല്ലയിലെ എൻ്റെ മുൻഗാമികളായ ശ്രീ E. ജോൺ ജേക്കബിനെയും ശ്രീ P.C. തോമസിനെയും ശ്രീ മാമൻ മത്തായിയെയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന പാതയിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കേരളത്തിലെ കർഷകരുടെ പ്രതീക്ഷയായ ശ്രീ P.J. ജോസഫ് സാർ മുന്നോട്ട് വെച്ച നൂതനാശയങ്ങൾ ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സാർ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന തിരുവല്ല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങളും കഴിഞ്ഞ തവണ LDF-നോടൊപ്പമായിരുന്നു. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ 5-ൽ 4 നിയോജകമണ്ഡലങ്ങളും UDF-ന് ഒപ്പമാണ് ജനങ്ങൾ വിധി നൽകിയത്. ഈ വിജയം അഹങ്കരിക്കുവാനുള്ളതല്ല, മറിച്ച് വിനയത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും പ്രവർത്തിക്കുവാനുള്ള അവസരമായി ഞാൻ കാണുന്നു. സാർ, തിരുവല്ല കഴിഞ്ഞ 20 വർഷക്കാലം ഇടതുപക്ഷത്തിന് ഒപ്പമായിരുന്നു. ഈ പ്രാവശ്യം ഇടതുപക്ഷം അവിടെ 3-ാം സ്ഥാനത്തെത്തി. സാർ, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചിട്ടും വെറുപ്പിൻ്റെ കമ്പോളം തുറക്കണ്ട, സ്നേഹത്തിൻ്റെ കട തുറന്നാലും മതി എന്ന് തീരുമാനിച്ച തിരുവല്ലയിലെ ജനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നാട്ടിൽ വികസന രംഗത്ത് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള. സാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാട്ടിലെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആകെ നിലച്ചിരിക്കുകയാണ്. സാർ, ടാറിൻ്റെയും ഉൽപ്പന്നങ്ങളുടെയും വിലവർദ്ധനവ് നിമിത്തം കരാറുകാർ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയോ പുതിയ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയോ ചെയ്തിരിക്കുകയാണ്. സാർ, ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥി യുവജന മേഖലയെ കാർന്നു തിന്നുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ഈ നയപ്രഖ്യാപനത്തിൽ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. സാർ, നമ്മുടെ നഗരങ്ങളെയും ക്യാമ്പസുകളെയും രക്ഷിക്കുവാൻ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ നിലപാടായ തൂഫാൻ പദ്ധതി ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. സാർ, നമ്മുടെ കുട്ടികളുടെ കർമ്മശേഷി കായിക രംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം. സാർ, പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാവണം. എൻ്റെ നിയോജകമണ്ഡലങ്ങളായ തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയം ഒരു ദേശീയ നിലവാരത്തിൽ ഉയർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ അടിത്തറയായ പ്രവാസികളുടെ കേന്ദ്രം കൂടിയാണ്. സാർ, എൻ്റെ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന തിരുവല്ല. പ്രവാസികൾ യുദ്ധഭീഷണിയിലാണ്. സാർ, വിമാന യാത്രക്കൂലി ഉൾപ്പെടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഞാൻ ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ്. സാർ, വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പ്രവാസ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഈ സർക്കാർ തുടക്കം കുറിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സാർ, വിദ്യാർത്ഥികൾ നാട്ടിൽ തന്നെ പഠിച്ച് ഇവിടെ തൊഴിൽ നേടണം എന്നുള്ള ആശയമാണ് ഈ പ്രഖ്യാപനത്തിൽ മുമ്പോട്ട് വെക്കുന്നത്. സാർ, അതുകൊണ്ട് പുതിയ IT പാർക്കുകൾ ആരംഭിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മണ്ഡലമായ പുളിക്കി ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് ഫാക്ടറിയുടെ 100 ഏക്കർ സ്ഥലം സാർ ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അവിടെ ഒരു IT പാർക്ക് സ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഈ നാട്ടിലെ അവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ ഇതിലുണ്ട്. സാർ, ദുഃഖിതരുടെ ദുസ്ഥിതി മാറ്റാൻ, ദുരിതം മാറ്റാൻ പൊരുതൂ, കലവറയില്ലാതെ ഒഴുകിച്ചേരൂ, കാലത്തിൻ്റെ തിരക്കൂത്തിൽ നിന്നുള്ള ഈരടികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ആപ്തവാക്കി തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു. സാർ.